യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസ് വന്ന സമയത്ത് നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയ ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇന്ന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് നിങ്ങളുടെ ചാനലിൽ ഉണ്ടായിരിക്കും. ഇനി നിങ്ങളുടെ ചാനലിൽ ഷോർട്ട് വീഡിയോസ് ആണ് ഇടുന്നത്, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂട്യൂബ് ഷോർട്സിന്റെ ത്രൂ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ 5 രീതിയിൽ എങ്ങനെയൊക്കെയാണ് യൂട്യൂബ് ഷോർട്സിൽ നിന്ന് ഏൺ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റിലത്തെ 1-2 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പോൾ ഫസ്റ്റ് പോയിന്റിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് വീഡിയോസ് ഇപ്പം ലൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ഷോർട്സ് ലൈവുകൾ ഇടാൻ പറ്റും. നിങ്ങൾ ഷോർട്സ് ലൈവ് വീഡിയോസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്യിപ്പിക്കാൻ മാത്രമല്ല അതിന്റെ ത്രൂ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഈ സൂപ്പർ ചാറ്റ് പോലെയൊക്കെയുള്ള പരിപാടികളുണ്ടല്ലോ, അപ്പോൾ എൻഗേജിംഗ് ആയിട്ട് ഷോർട്സ് ലൈവ് വീഡിയോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സൂപ്പർ ചാറ്റ് പോലെയുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാം. അതേപോലെ തന്നെ യൂട്യൂബ് നല്ല രീതിയിൽ ഈ ഷോർട്സ് ലൈവിനെ ഇപ്പം ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങളുടെ ചാനലിലേക്ക് നല്ല രീതിയിലുള്ള ഒരു എൻഗേജ്മെന്റും പുതിയ പുതിയ ഓഡിയൻസിനെയും നിങ്ങൾക്ക് ഷോർട്സ് ലൈവിലൂടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഷോർട്സ് മോണിറ്റൈസേഷൻ ആണ്. ഷോർട്ട് മോണിറ്റൈസേഷനിൽ ഇപ്പം നല്ല രീതിയിലുള്ള ഏണിങ്സ് കിട്ടുന്നുണ്ട്, മുമ്പത്തേനേക്കാളും ബെറ്റർ ആണ് എന്ന് പറഞ്ഞ് ലോങ് വീഡിയോസിൽ കിട്ടുന്നതിന്റെ അത്ര എമൗണ്ട് ഒന്നും നമുക്ക് ഷോർട്ട് വീഡിയോസിൽ കിട്ടത്തില്ല. ബട്ട് നിങ്ങൾ ഷോർട്സ് ഇടുകയാണെന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷന്റെ ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു 45% ക്രിയേറ്ററിനും ബാക്കി 55% യൂട്യൂബും എടുക്കും. വലിയൊരു പ്രതീക്ഷ വേണ്ട ഷോർട്ട് മോണിറ്റൈസേഷന്റെ. എന്നാലും നിങ്ങൾക്ക് മില്യൺസ് വ്യൂ കിട്ടുന്ന ചാനലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മോണിറ്റൈസേഷനിൽ നിന്നും വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ തേർഡ് പോയിന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കൊരു ചെറിയ ബിസിനസ് ഒക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസിനെ നിങ്ങൾക്ക് ഷോർട്സ് വീഡിയോയിലൂടെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ പലരും പ്രൊഡക്റ്റുകളൊക്കെ സെല് ചെയ്യുന്നവരുണ്ട്. ഈ പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഈ ഷോർട്ട് വീഡിയോസിന്റെ ത്രൂ സെല് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് പ്രൊഡക്റ്റ് സെയിൽ ആകുന്നതിന്റെ വരുമാനവും യൂട്യൂബ് മോണിറ്റൈസേഷന്റെ വരുമാനം, അതേപോലെ നിങ്ങളുടെ വീഡിയോകൾ കണ്ട് മറ്റ് കമ്പനികൾ അല്ലെങ്കിൽ ബ്രാൻഡുകൾ നിങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വരുമാനവും ആ രീതിയിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പം സ്വന്തം ബിസിനസ് ഉണ്ടെങ്കിൽ അതിനെ മാക്സിമം യൂട്യൂബ് ഷോർട്സിന്റെ ത്രൂ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നാലാമത്തെ ഷോർട്സിന്റെ വരുമാന മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ് പ്രൊമോഷൻസ് ആണ്. പല ക്രിയേറ്റേഴ്സും കഷ്ടപ്പെട്ട് വീഡിയോകൾ ഒരുപാട് അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്. പക്ഷേങ്കിൽ ഇവരുടെ ഒന്നും വീഡിയോകളിൽ പ്രൊമോഷൻസ് കിട്ടുന്നില്ല. മനസ്സിലായോ? ആ ചാനലിൽ പ്രൊമോഷൻസ് കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റുകളല്ല അപ്ലോഡ് ചെയ്യുന്നത്. ഇവർ വീഡിയോസ് ഇടും, ഇതിന് മില്യൺസ് വ്യൂ ഒക്കെ വരും. പക്ഷേ ഒരു ബ്രാൻഡ് പോലും ഇവരെ അപ്രോച്ച് ചെയ്യത്തില്ല. അപ്പം നിങ്ങൾ ഷോർട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വീഡിയോകൾ ബ്രാൻഡുകൾ കൂടെ താല്പര്യം തോന്നുന്ന രീതിയിലുള്ള കണ്ടന്റുകളായിരിക്കണം. മനസ്സിലായി? ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഒരു ഫോണിന്റെ പ്രൊമോഷൻ, നിങ്ങൾക്ക് ബ്രാൻഡ് പ്രൊമോഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫോൺ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ നിങ്ങളുടെ ചാനലിൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. എങ്കിലേ നിങ്ങൾക്ക് ഫോൺ പ്രൊമോഷൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ എന്ത് കണ്ടന്റ് ചെയ്യുന്നോ ആ കണ്ടന്റിന്റെ ബ്രാൻഡ് പ്രൊമോഷന്റെ സാധ്യതകൾ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് പെയ്ഡ് ആയിട്ടുള്ള പ്രൊമോഷൻസ് വരാം, ബാർട്ടർ പ്രൊമോഷൻസ് വരാം, അങ്ങനെ പല രീതിയിലുള്ള പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും യൂട്യൂബ് ഷോർട്സിലൂടെ ലഭിക്കുക. അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഇടുന്ന കണ്ടന്റിനെ ബ്രാൻഡ് പ്രൊമോഷന് പറ്റുന്ന രീതിയിലേക്ക് കൂടെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് വ്യൂ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിനനുസരിച്ച് അതായത് ബ്രാൻഡ്സിന് ആവശ്യമുള്ള രീതിയിലുള്ള കണ്ടന്റുകളൂടെ നിങ്ങളുടെ ചാനലിൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ലോങ് വീഡിയോയ്ക്ക് വേണ്ടി ഒരു പ്രൊമോഷൻ ഒരു ബ്രാൻഡ് നമ്മളെ കോൺടാക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അവർ നമ്മളോട് ചോദിക്കും, നിങ്ങൾ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടോ, ഈ ലോങ് വീഡിയോയോടൊപ്പം നിങ്ങൾക്ക് ഷോർട്സ് കൂടെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഷോർട്ട് വീഡിയോയുടെ റീച്ച് കൂടെ അവർ നോക്കും. അതിനുശേഷമേ നമുക്കൊരു ലോങ് വീഡിയോയുടെ ഡീല് പലപ്പോഴും ഇപ്പൊ സെറ്റ് ആകാറുള്ളൂ. കാരണം ഷോർട്ടും അതേപോലെ ലോങ് വീഡിയോസും കൂടെ ഒക്കെ വെച്ചിട്ടാണ് ഇപ്പൊ മിക്ക പ്രൊമോഷനുകളും കമ്പനികൾ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് വീഡിയോസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇടുന്ന കണ്ടന്റുകൾ ഒന്ന് ശ്രദ്ധിച്ചോളുക. നിങ്ങൾക്ക് പ്രൊമോഷൻസ് കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യും. ഇനി ലാസ്റ്റ് പോയിന്റിലേക്ക് വരുമ്പം ഇപ്പം പ്രസന്റ് ടൈമിൽ യൂട്യൂബ് വീഡിയോകളിൽ നിന്ന് അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ മാർഗമാണ് യൂട്യൂബിന്റെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അതായത് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഷോർട്ട് വീഡിയോസിൽ ഫ്ലിപ്കാർട്ടിലെയും മിന്ത്രയിലെയും പ്രൊഡക്റ്റുകൾ ജസ്റ്റ് ടാഗ് ചെയ്ത് വിട്ടാൽ മാത്രം മതി. ആ ടാഗിലൂടെ ആ ലിങ്കിലൂടെ ആരെങ്കിലും ആ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കമ്മീഷൻ കിട്ടും. അപ്പം യൂട്യൂബിന്റെ ഷോർട്സ് മോണിറ്റൈസേഷൻ ഒന്നും ഈ ഒരു കാര്യത്തിൽ നോക്കുമ്പോൾ ഒന്നുമല്ല. നിങ്ങൾ പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ പ്രൊഡക്റ്റ് ടാഗിങ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങളുടെ ഷോർട്ട് വീഡിയോസിൽ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുക. കുറച്ച് റെലവെന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ടാഗ്, നിങ്ങളുടെ വീഡിയോയുമായിട്ട് കണക്ട് ആയി പോകുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സെയിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം മാക്സിമം നിങ്ങൾ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ എടുത്ത് അങ്ങനെ പ്രൊഡക്റ്റുകൾ ഇപ്പം നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ടാഗ് ചെയ്യണം, ആ പ്രൊഡക്റ്റിന് പറ്റുന്ന രീതിയിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റ് ടാഗിങ്ങിനെയും അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെയും ഫോക്കസ് ചെയ്ത് കഴിഞ്ഞെങ്കിലേ നമുക്ക് ആ ഒരു രീതിയിൽ ചിന്തിക്കാനും ആ രീതിയിൽ വീഡിയോസ് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ നല്ലൊരു വരുമാന മാർഗം യൂട്യൂബിൽ നിന്ന് ഒരു മാസം
നിങ്ങൾക്ക് കുറഞ്ഞത് 100, 200, 300 ഡോളേഴ്സ് ഈ പറയുന്ന രീതിയിൽ പ്രൊഡക്റ്റ് ആയി ചെയ്തുകൊണ്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ യൂട്യൂബ് ഷോർട്സിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതികളെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ അക്കാര്യം നിങ്ങൾ വീഡിയോയുടെ താഴെ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. പിന്നെ നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ നിർത്തുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.